പുനർജനി ആയുർവേദ കോളേജിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഡിപ്ലോമ ഇൻ ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പി കോഴ്സ്, അതേപോലെ ഡിപ്ലോമ ഇൻ സ്പാ തെറാപ്പി എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് ആയുർവേദ തെറാപ്പി അല്ലെങ്കിൽ എന്താണ് ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പി എന്ന് പറയുന്നത്? എന്താണ് ഈ ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പി കോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മേഖലയിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാം, എന്താണ് ഇത് പഠിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ, എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും തോന്നുന്ന സംശയങ്ങളാണ്. ആ സംശയങ്ങൾ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. എന്താണ് ഈ ഡിപ്ലോമ ഇൻ ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പി എന്ന് പറയുന്നത്? ഇതിൽ 5 സിലബസ് ആണ് വരുന്നത്. അതായത് യൂറോളജി, അതേപോലെ യോഗ തെറാപ്പി, ആയുർവേദം, ഒഴിച്ചിൽ, ആയുർവേദ പഞ്ചകർമ്മ, ഇങ്ങനെയുള്ള 5 സിലബസ് ആണ് ഈ ഒരു ആയുർവേദ ഡിപ്ലോമ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് മനുഷ്യ ശരീരത്തിന്റെ ഘടനകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മളൊരു മെഡിസിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വർക്കാവുന്നത്, ആയുർവേദത്തിലെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മെഡിസിൻസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്തൊക്കെ കൂട്ടുകളാണ്, ഏതൊക്കെ അസുഖങ്ങൾക്കുള്ള മെഡിസിനാണ് നമ്മൾ കൊടുക്കുക, എന്തൊക്കെ അസുഖങ്ങളാണ് നമ്മളെ ബാധിക്കുക, എങ്ങനെയാണ് ഒരാളെ അസുഖം ബാധിക്കുക, അസുഖം ബാധിച്ചു എന്ന് പറയുന്നത് ഏതൊരു അവസ്ഥയിലാണ്, ഏതൊക്കെ പ്രകൃതികൾ കൂടി ചേരുമ്പോഴാണ് ഓരോ അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നത്, അതേപോലെ അതിന് ഏതൊക്കെ മെഡിസിൻസ് നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെ നമുക്ക് മെഡിസിൻ കൊടുക്കാതെയും ഈ ഒരു കാര്യങ്ങളെ ക്യൂർ ചെയ്യാം, ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഓരോ രോഗത്തിനനുസരിച്ചിട്ട് ആവശ്യമായിട്ട് വരുന്നത്, ഇങ്ങനെയുള്ള ചികിത്സാ രീതികളെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഈ ക്ലാസ്സുകൾ തികച്ചും മലയാളത്തിൽ തന്നെയാണ്, എന്നാൽ സംസ്കൃതമായിട്ടുള്ള വാക്കുകൾ ഇതിനോടൊപ്പം കൂടി ചേരുന്നുമുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കാൻ വളരെ ഈസിയാണ്, സിമ്പിളാണ്. 1 ഇയർ ആണ് ഡിപ്ലോമ കോഴ്സസുകൾ വരുന്നത്. എന്നാൽ ഒരു 3 മന്ത്സും കൊണ്ട് നമ്മൾ ഏകദേശം പഠിച്ചു കഴിയുന്നതും അടുത്ത 4ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് ട്രെയിനിങ് ആരംഭിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പഠനം 3 മാസം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾക്ക് ഹോസ്പിറ്റൽസിൽ, അതേപോലെ ക്ലിനിക്കിൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ടാവും. ഇതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC പാസ്സാണ്. അതിന് മുകളിലേക്ക് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. മിനിമം വേണ്ട ക്വാളിഫിക്കേഷൻ ആണ് SSLC പാസ് എന്നുള്ളത്. 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ്. ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. UGC സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് PSCയിൽ അപ്ലൈ ചെയ്യാം, എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാം, അതേപോലെ പുറത്തേക്കുള്ള വേക്കൻസികളൊക്കെ തന്നെയും നോക്കാം, MOHും DHAയും എക്സാം എഴുതാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ പുനർജനി ആയുർവേദ കോളേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഒരു കാലയളവ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ജോബിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് തന്നെ ഈ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യാം. പുനർജനി ആയുർവേദ കോളേജിൽ പഠിച്ചിട്ടുള്ള, ഇന്ന് വരെ പഠിച്ചിറങ്ങിയ ഒരൊറ്റ കുട്ടികൾ പോലും ജോലി ഇല്ലാതെ നിൽക്കുന്നില്ല എന്നത് ഞങ്ങളുടെ ഒരു വിജയം തന്നെയാണ്. അതുകൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട്, അല്ലെങ്കിൽ അടുത്ത പഠന രീതി, പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കോഴ്സ് ഏത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കിയിട്ട് പുനർജനി ആയുർവേദ കോളേജിൽ വന്ന് ജോയിൻ ചെയ്യാം. അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അടുത്തത് ഡിപ്ലോമ ഇൻ സ്പാ തെറാപ്പിയാണ്. എന്താണ് സ്പാ തെറാപ്പി? സ്പാ തെറാപ്പി എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ടൈപ്സ് ഡീപ് ടിഷ്യൂ എന്ന് പറയുന്നത് സ്പോർട്സ് മസാജ് ആണ്. അടുത്തത് സ്വീഡിഷ് മസാജ് ആണ്, അതൊരു റിലാക്സേഷൻ മസാജ് ആണ്. അരോമ തെറാപ്പി, അരോമ ഓയിൽസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇനി വരുന്നത് തായ് മസാജ് ആണ്. അത് തായ്ലൻഡിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു മസാജ് തന്നെയാണ്. അങ്ങനെ സ്പായിൽ ഒട്ടനവധി മസാജസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. അതുകൊണ്ട് പുറത്തേക്ക് ഉള്ള ഒരു വേക്കൻസിയാണ് നോക്കുന്നതെങ്കിൽ ഈ 2 കോഴ്സും നമുക്ക് വളരെ അഭികാമ്യമാണ്. നിങ്ങളുടെ സീറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഉറപ്പാക്കുക. ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നല്ല ഒരു സാലറി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച്, നിങ്ങളുടെ ലാംഗ്വേജ് ഫ്ലുവൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് നല്ല ഒരു ഹൈ സാലറി തന്നെ ഇതിനകത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ആരും മടിച്ചു നിൽക്കണ്ട. ഈ ആയുർവേദ കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സ്പാ തെറാപ്പിയെ കുറിച്ച് ഒരുപാട് രീതിയിലുള്ള മിഥ്യാധാരണകൾ എല്ലാം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കോഴ്സ് തന്നെയാണ്. ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ പലതും മടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. ക്ലാസ് ടൈമും നിങ്ങൾക്ക് യോജിച്ച രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 10 മണി മുതൽ 2 മണി വരെ, തിങ്കൾ മുതൽ ശനി വരെയാണ് ക്ലാസ് വരുന്നത്.
ഇനി പാർട്ട് ടൈം ആയിട്ടോ ആഴ്ചയിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ ഒക്കെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 days വർക്ക്ഷോപ്പ് ഉണ്ട്, 2 weeks ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് യോജിച്ച രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് വന്ന് പഠിക്കത്തക്ക രീതിയിൽ പലവിധ ഷോർട്ട് ടൈം ആയിട്ടുള്ള ക്ലാസ്സുകളും ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പാകത്തിനുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സിലബസ് മാത്രമാണ് ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് കോഴ്സിന്റെ കാര്യങ്ങളോ ഒന്നും ഓർത്ത് ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ക്ലാസ് എടുത്തു തരുന്നു. അതും 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫസർമാരാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ധൈര്യമായിട്ടും ഈ ഒരു കോഴ്സിലേക്ക് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏകദേശം 2000-ലധികം സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് അവർക്ക് ജോലിയാക്കി കൊടുത്തു എന്നൊരു വിജയം പുനർജനി ആയുർവേദ കോളേജിന്റെ ഒരു മുഖമുദ്ര തന്നെയാണ്. പെട്ടെന്ന് ജോലി കിട്ടുന്നതും UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് പുനർജനിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റും കൊണ്ട് നമുക്ക് ഗവൺമെന്റ് ജോബിന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി അടുത്തത് +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് അടുത്തൊരു പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കോഴ്സാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പുനർജനി ആയുർവേദ കോളേജിൽ തന്നെ വന്ന് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.